ലാസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഓട്ടോയിലും ബൈക്കിലും ഒന്നും കയറിയിട്ടേ ഇല്ല. കാരണം എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. വേണമെങ്കിൽ പോകാൻ, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. വീട്ടിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളും വന്നപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോയും ബൈക്കും ഒക്കെ എടുക്കാറുണ്ട്. ബൈക്ക് അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഓട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ബൈക്കിൽ നമ്മൾ ഇറങ്ങുന്നത് തിരുവല്ല ടൗണിലേക്ക് തന്നെ ആയതുകൊണ്ടാണ്. കാറും കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ. ജാനപ്പന്റെ മാല ഒന്ന് വിളക്കണമായിരുന്നു. ഇത് ടൗണിൽ തന്നെ സെന്ററിലുള്ള SP ജ്വല്ലറിയിലാണ് ഈ വിളക്കുന്ന ആളിരിക്കുന്നത് കണ്ടത്. ഈ ജന്മനക്ഷത്രക്കല്ല് ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ചിട്ടതാണ്. ഇപ്പോഴും എനിക്കിത് പാകമാണ്. അങ്ങനെ ഇനി കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇനി ഒരു കല്യാണ സീസൺ ആണല്ലോ വരുന്നത്. അപ്പൊ ജാനിക്കുട്ടിന് കുറച്ച് ഹെയർ ബോയും ഹെയറിൽ ഇടാനുള്ള എന്തെങ്കിലുമൊക്കെ ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കും കുറച്ച് പർച്ചേസ്, ജിത്തോനും കുറച്ച് പർച്ചേസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജ്യൂസും കൂടെ കുടിച്ച് തിരിച്ചു പോരാന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ അധികം ഇപ്പൊ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല കേട്ടോ. അധികം നല്ല തീരെ അങ്ങനെ കുടിക്കാറില്ല. രാവിലെ ചിലപ്പോൾ കുടിക്കും എന്നുള്ളതല്ലാതെ. വീട്ടിൽ അമ്മയെന്ന് വിളിച്ചിടക്കുന്ന ജാനിക്കുട്ടൻ വീടിന് പുറത്തിറങ്ങിയ പിന്നെ എന്നെ നോക്കാറ് കൂടിയില്ല. വീട്ടിൽ വന്നു പൊറോട്ടയാണ് ബാക്കി എല്ലാവരും കഴിച്ചത്, ഞാൻ ചോറുണ്ടു.